തങ്ങളുടെ പുതിയ പ്രൊഡ്യൂസർ സിയോജിനാണെന്ന് അറിയുമ്പോൾ ഐക്യാൻഡി മെമ്പേഴ്സിനെല്ലാം ഒരുപാട് ദേഷ്യം വരുന്നു. ഞങ്ങൾക്ക് ഇവനെ വേണ്ടെന്നും ചേഞ്ച് ചെയ്യാനും ജിഹക്ക് പറയുന്നുണ്ട്. ശരിയാ, ഇവനെ ചേഞ്ച് ചെയ്യാൻ ഹ്യൂൻസോയും പറയുന്നു. മെമ്പേഴ്സ് എല്ലാം സിയോജിനുമായി ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങളുടെ ക്ലാസ് റൂം അല്ല, എൻ്റെ കമ്പനിയാണ്. പ്രൊഡ്യൂസർ ആരായിരിക്കണം തീരുമാനിക്കുന്നത് കമ്പനിയാണെന്ന് ഹാരി പറയുന്നു. ഇതെല്ലാം കേട്ട് ഹാജിൻ നല്ല ദേഷ്യത്തിലായിരുന്നു. നീ എന്താ ഞങ്ങളോട് പ്ലേ ചെയ്യാണോ എന്ന് അവൻ സിയോജിനോട് ചോദിക്കുന്നു. ഇത് ജോബാണ്, ഇവിടെ നിങ്ങളുടെ അരോഗൻസി കാണിക്കേണ്ട ആവശ്യമില്ലെന്ന് സിയോജിൻ അവരോട് പറയുന്നു. ഇനി ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ഐക്യാൻഡിയുടെ പ്രൊഡ്യൂസറാകാൻ തനിക്ക് ആഗ്രഹമുണ്ടെന്ന് സിയോജിൻ ഹാരിയോട് പറയുന്നു. അവൾ സമ്മതിക്കുന്നുണ്ട്. ഇനി എന്താകുമെന്ന് ഇതെല്ലാം ആലോചിച്ചിട്ട് ഹാരി മനസ്സിൽ ആലോചിക്കുന്നു. നെക്സ്റ്റ് സീനിൽ ഐക്യാൻഡി മെമ്പേഴ്സ് എല്ലാം വീട്ടിലേക്ക് വരുന്നു. എല്ലാവരും സാഡായിരുന്നു. കമ്പനിയുമായി കോൺട്രാക്ട് സൈൻ ചെയ്തതാണ്. സോ അവർ പറയുന്ന എന്താണെങ്കിലും ഇവർ കേട്ടേ പറ്റുള്ളൂ. സിയോജിൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ജിഹക്ക് ആലോചിക്കുന്നു. അവൻ സൂഹയെ കോൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അവൾ വാഷ്റൂമിലായതുകൊണ്ട് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. നാളെ നമുക്ക് സ്കൂളിൽ കാണാമെന്ന് അവൻ അവൾക്ക് മെസ്സേജ് ചെയ്യുന്നു. ഇത് കണ്ട് സൂഹ ഒരുപാട് ഹാപ്പിയാകുന്നു. നെക്സ്റ്റ് സീനിൽ ടീച്ചർ ജങ്ഡുവും ജിഹക്കിനെ കൂട്ടി സിയോജിന്റെ അടുത്തേക്ക് വരുന്നു. ക്യൂൻജങ്ങും ഹാജിനും കൂടി സിയോജിന് കൊടുക്കാൻ വേണ്ടി ഒരു ഡ്രിങ്ക് കൊണ്ടുവരുന്നു. അവർ അതിൽ തുപ്പിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടിത് സിയോജിന് കൊടുക്കുന്നുണ്ട്. തൻ്റെ ഫ്രണ്ട്സിൻ്റെ ബിഹേവിയർ കാണുമ്പോൾ ജിഹക്കിന് നല്ല ദേഷ്യം വരുന്നു. ഇവർ സിയോജിന് സോപ്പ് ഇടുന്ന പോലെയാണ് അവന് ഫീൽ ചെയ്യുന്നത്. ഈ ഡ്രിങ്ക് കണ്ട് സിയോജിന് എന്തോ സംശയം തോന്നുന്നു. താൻ കോഫി കുടിക്കാറില്ലെന്ന് അവൻ പറയുന്നുണ്ട്. ടീച്ചർ അവൻ്റെ കയ്യിൽ നിന്ന് ആ കോഫി വാങ്ങുന്നു. ഇത് കണ്ട് ഹാജിനും ക്യൂജങ്ങും എന്ത് ചെയ്യണം എന്നറിയാതെ ആകെ കൺഫ്യൂസായി നിൽക്കുന്നുണ്ട്. സ്റ്റാർട്ട് ചെയ്യാമെന്ന് സിയോജിൻ പറയുമ്പോൾ ഹ്യൂൻസോ ഇതുവരെ വന്നിട്ടില്ലെന്ന് ബാക്കി ഫ്രണ്ട്സ് പറയുന്നു. അവൻ്റെ ഷെഡ്യൂൾ ഒരുപാട് ടൈറ്റ് ആയതുകൊണ്ട് അവന് ടൈം കിട്ടിയപ്പോൾ വന്നു. ഒറ്റ സ്ലോട്ടിൽ എല്ലാ കാര്യങ്ങളും അവൻ ചെയ്തു തീർത്തുവെന്ന് സിയോജിൻ പറയുന്നു. നിങ്ങളും അതുപോലെ ചെയ്യുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നെന്നും അവൻ പറയുന്നുണ്ട്. ഇതിൻ്റെ പേരിൽ ബാക്കി മെമ്പേഴ്സുമായി സിയോജിൻ ചെറുതായിട്ട് ഫൈറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഫസ്റ്റ് ജങ്ഡോ ഡ്രം പ്ലേ ചെയ്യുന്നു. പക്ഷെ അവനെ കൊണ്ട് വീണ്ടും വീണ്ടും സിയോജിൻ ചെയ്യിക്കുന്നുണ്ട്. നെക്സ്റ്റ് ക്യൂൻജങ്ങാണ് റെക്കോർഡ് ചെയ്യുന്നത്. അവനെ കൊണ്ട് റിപ്പീറ്റ് ചെയ്യിക്കുന്നു. അതിനുശേഷം ഹാജിന് റെക്കോർഡിംഗ് ആയിരുന്നു. അവൻ ഗിത്താർ പ്ലേ ചെയ്യുമ്പോൾ ഡാൻസ് ചെയ്യുന്നുണ്ട്. നിനക്ക് ഡാൻസ് ചെയ്യാൻ ഇത്ര ഇഷ്ടമാണെങ്കിൽ പോയി ഡാൻസർ ആകാൻ സിയോജിൻ അവനോട് പറയുന്നു. നെക്സ്റ്റ് ജിഹക്കാണ് റെക്കോർഡ് ചെയ്യുന്നത്. ജിഹക്ക് പാടുമ്പോൾ അവൻ ഒരുപാട് മിസ്റ്റേക്ക് കണ്ടെത്തുന്നു. എന്നിട്ട് അവനെ കൊണ്ട് വീണ്ടും വീണ്ടും പാടിക്കുന്നുണ്ട്. ഇത് കണ്ട് മെമ്പേഴ്സിനെല്ലാം ദേഷ്യം വരുന്നുണ്ടെങ്കിലും സിയോജിൻ പ്രൊഡ്യൂസർ ആയതുകൊണ്ട് അവനെ ഒന്നും പറയാനും പറ്റില്ല. സിയോജിൻ ജിഹക്കിനോട് ദേഷ്യപ്പെടുന്നു. അവനോട് പാട് നിർത്താൻ പറയുന്നുണ്ട്. ഞാൻ പറയുന്ന അഡ്വൈസ് നിനക്ക് കേൾക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാ ഈ റെക്കോർഡിംഗ് കംപ്ലീറ്റ് ചെയ്യുന്നത്? ഞാൻ പറയുന്നത് നിനക്ക് എപ്പോൾ ഫോളോ ചെയ്യാൻ പറ്റുമോ നീ അപ്പോൾ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞ് അവൻ ദേഷ്യത്തിൽ അവിടുന്ന് പോകുന്നു. നെക്സ്റ്റ് സീനിൽ ടീച്ചർ ഐക്യാൻഡി മെമ്പേഴ്സിനെല്ലാം വീട്ടിൽ ഡ്രോപ്പ് ചെയ്യുന്നു. എല്ലാവരും സാഡായിരുന്നു. ടീച്ചർ അവരോട് റിലാക്സ് ചെയ്യാൻ പറയുന്നുണ്ട്. ഹ്യൂൻസോ വീട്ടിൽ പോയിരിക്കുകയാണെന്നും ടീച്ചർ പറയുന്നു. കാര്യം എന്താണെന്ന് ജിഹക്ക് ചോദിക്കുമ്പോൾ ഫാമിലി മാറ്റർ ആണെന്ന് ടീച്ചർ പറയുന്നുണ്ട്. ഹ്യൂൻസോയുടെ സിസ്റ്ററിൻ്റെ ഹെൽത്ത് കണ്ടീഷൻ മോശമാണെന്ന കാര്യം ജിഹക്കിന് അറിയാമായിരുന്നു. അതേസമയം ഇവിടെ ഹ്യൂൻസോ തൻ സിസ്റ്ററിനെ കാണാൻ വന്നിരിക്കുകയാണ്. എൻ്റെ സർജറി കഴിഞ്ഞാൽ ഞാൻ ഓക്കെ ആകുമെന്ന ഡോക്ടർ എന്നോട് പറഞ്ഞെന്ന് ആ കുട്ടി പറയുന്നുണ്ട്. നീ വേഗം ഓക്കെ ആകാൻ ഹ്യൂൻസോ അവളോട് പറയുന്നു. നെക്സ്റ്റ് സീനിൽ ഹാജിൻ ക്യൂൻജോനെ കൂട്ടി പോവുകയാണ്. എവിടേക്ക് പോവുകയാണെന്ന് ക്യൂൻജോ ചോദിക്കുമ്പോൾ ഇന്ന് ഏരൻ റെക്കോർഡ് ചെയ്യാണ്, നമുക്ക് പോയി അവൾക്ക് സർപ്രൈസ് കൊടുക്കാമെന്ന് ഹാജിൻ പറയുന്നു. എനിക്ക് താല്പര്യമില്ല, നീ ഒറ്റയ്ക്ക് പോകാൻ പറഞ്ഞ് ക്യൂൻജോ പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഹാജിൻ അവനെ വിടാതെ അവനെ കൂട്ടി പോകുന്നു. നെക്സ്റ്റ് സീനിൽ അവർ രണ്ടാളും ഏറിൻ്റെ കൂടെ ഇരിക്കുകയാണ്. നിങ്ങൾ രണ്ടാളും മാത്രമേ വന്നോളൂ എന്ന് അവൾ ചോദിക്കുമ്പോൾ അവർ അതേന്ന് പറയുന്നു. എന്നിട്ട് അവർ സംസാരിക്കുന്നുണ്ട്. ഏറിന് വേണ്ടി ഡ്രിങ്ക് വാങ്ങിക്കാൻ ഹാജിൻ പോകുന്നു. അപ്പോൾ ഏറിൻ ക്യൂൻജോയോട് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ ഇന്ന് ബിസിയാണോ എന്ന് അവൾ ചോദിക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഇന്ന് ഫ്രീ ആണെന്ന് അവൻ പറയുന്നുണ്ട്. ഏറിൻ ഹ്യൂൻസയെക്കുറിച്ച് ചോദിക്കുന്നു. അവനിപ്പോൾ ഒരുപാട് തിരക്കാണെന്ന് ക്യൂൻജോങ് പറയുന്നു. അവൾ ഹ്യൂൻസയെക്കുറിച്ച് അവനോട് ചോദിക്കുന്നുണ്ട്. നീ എന്തിനാ എപ്പോഴും ഹ്യൂൻസയെക്കുറിച്ച് ചോദിക്കുന്നത്? നീ എന്താ അവനെ ലൈക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ക്യൂൻജോങ് ചോദിക്കുന്നു. അവൾ മറുപടി ഒന്നും പറയുന്നില്ല. അപ്പോഴേക്കും ഹാജിൻ അവിടേക്ക് വരുന്നു. ഏറിൻ്റെ മാനേജറും അവിടേക്ക് വരുന്നുണ്ട്.
നിങ്ങളിവിടെ എന്ത് ചെയ്യുകയാണെന്ന് ഹാജിനെ നോക്കി ചോദിക്കുന്നു. ഞങ്ങളിന്ന് ഫ്രീ ആയതുകൊണ്ട് വന്നതാണെന്ന് ഹാജിൻ പറയുമ്പോൾ മാനേജർ അവരോട് ദേഷ്യപ്പെടുന്നു. നിങ്ങൾക്കറിയാമോ, ഇവിടെ ഫുൾ റിപ്പോർട്ടേഴ്സ് എപ്പോഴും കറങ്ങി നടക്കാണ് എന്തെങ്കിലും ന്യൂസ് കിട്ടാൻ വേണ്ടിയെന്ന് പറയുന്നു. അതുകൊണ്ട് എന്താണ്, ഞങ്ങൾ എല്ലാവരും സെയിം കമ്പനി വർക്ക് ചെയ്യുന്ന ആളുകളല്ലേ എന്ന് ക്യൂജങ് ചോദിക്കുന്നു. മാനേജർ ദേഷ്യത്തിൽ ഡോർ അടയ്ക്കുന്നുണ്ട്. കാരണം വലിയ റിപ്പോർട്ടേഴ്സ് ഉണ്ടായിരുന്നു. സെയിം കമ്പനിയുടെ അണ്ടറിലുള്ള ഐഡൽസ് എല്ലാം പരസ്പരം ഡേറ്റ് ചെയ്യാനുള്ള ന്യൂസ് ഇപ്പോൾ എല്ലായിടത്തും സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുക. നിങ്ങൾ എന്താ ആഗ്രഹിക്കുന്നത്? ഈ സ്കാൻഡലിൽ എറിനെ പേര് വരണം എന്നാണോ? അവളുടെ റെപ്യൂട്ടേഷൻ തകരണം എന്നാണോ എന്ന് ആ മാനേജർ ചോദിക്കുന്നു. എറിൻ മാനേജറിനോട് മിണ്ടാതിരിക്കാൻ പറയുന്നു. ഹാജിൻ ക്യൂജങ്ങിനോട് നമുക്ക് പോകാമെന്നും സോറി ഞങ്ങൾക്കൊരു മിസ്റ്റേക്ക് പറ്റി, ഇനി ഒരിക്കലും റിപ്പീറ്റ് ചെയ്യില്ലെന്ന് പറഞ്ഞ് എറിനോട് സോറി പറയുന്നു. നിങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെന്ന് എറിൻ പറയുന്നുണ്ട്. അവർ അവിടുന്ന് പോകുന്നു. നെക്സ്റ്റ് സീനിൽ ജിഹുക്ക് നടന്നു വരുന്നത് സുഹ കാണുന്നു. അവൾ അവൻ്റെ അടുത്ത് വന്ന് ലോലിപോപ്പ് ചോദിക്കുന്നുണ്ട്. തൻ്റെ പക്കൽ വേറെ ഇല്ലെന്ന് അവൻ പറയുന്നു. അവർ രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോൾ കുറേ ആളുകൾ ആ വഴി പോകുന്നു. അവൾ പെട്ടെന്ന് അവിടുന്ന് പോകാൻ ശ്രമിക്കുന്നുണ്ട്. കാര്യം എന്താണെന്ന് അവൻ ചോദിക്കുമ്പോൾ എല്ലാവരും നോക്കുന്നു എന്ന് അവൾ പറയുന്നു. അവൻ അവളുടെ കയ്യിൽ പിടിക്കാൻ തുടങ്ങുമ്പോൾ അവൾ പിടിക്കാൻ സമ്മതിക്കുന്നില്ല. എല്ലാവരും നോക്കുന്നു എന്ന് അവൾ പറയുന്നുണ്ട്. ഇത് എത്ര വലിയ കാര്യമല്ലെന്ന് ജിഹുക്ക് പറയുന്നുണ്ട്. രണ്ടുപേരും വീട്ടിലേക്ക് വരുന്നു. നീ എന്താ ജോബ് കഴിഞ്ഞ് ഇത്രയും ലേറ്റായിട്ട് വരുന്നതെന്ന് അവൻ ചോദിക്കുമ്പോൾ ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ മൂവി കാണാൻ പോയെന്ന് അവൾ പറയുന്നുണ്ട്. അപ്പോൾ ജിഹുക്ക് സിയോജൻ പറഞ്ഞ കാര്യം ഓർക്കുന്നു. അവനെ അവളോട് മൂവി കാണാൻ ഒരുമിച്ച് പോകാമെന്ന കാര്യം പറഞ്ഞിരുന്നത്. സൂഹ മൂവി കാണാൻ പോയത് സിയോജൻ്റെ കൂടെയാണെന്ന് അവൻ വിചാരിക്കുന്നു. അവൾ ഒരുപാട് ഹാപ്പി ആയിരുന്നു. ഇതെല്ലാം ഓർത്ത് ജിഹുക്ക് ദേഷ്യത്തിൽ അവിടുന്ന് പോകാൻ തുടങ്ങുന്നു. അവൾ അവൻ്റെ പിറകെ വരുന്നുണ്ട്. ഇവരുടെ ഈ ഫോട്ടോ കുറച്ച് ഗേൾസ് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ക്യൂജങ്ങും ഹാജിനും ആ പൂൾ ഹോളിൽ നിൽക്കുകയാണ്. അപ്പോൾ ഗുണ്ട സ്റ്റുഡൻസ് അവിടേക്ക് വരുന്നു. ഇന്നിവിടെ നിങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളൂ എന്ന് അവർ ചോദിക്കുന്നു. ഹാജിൻ അവരോട് അവിടുന്ന് പോകാൻ പറയുന്നുണ്ട്. ഞങ്ങളിവിടെ പ്ലേ ചെയ്യാൻ വന്നതാണെന്ന് പറഞ്ഞ് അവർ അകത്തേക്ക് വരുന്നു. നിങ്ങളിപ്പോൾ ഒരുപാട് പോപ്പുലറായെന്ന് ഞാൻ കേട്ടത്. നിങ്ങളെന്താ സെലിബ്രിറ്റീസിനെയൊക്കെ മീറ്റ് ചെയ്യാറുണ്ടോ? നിങ്ങൾ ഏറിനെ കണ്ടിട്ടുണ്ടോ? അവൾ ഒരുപാട് ബ്യൂട്ടിഫുൾ ആണോന്നെല്ലാം അവൻ ചോദിക്കുന്നു. ഹാജിൻ അവനോട് മിണ്ടാതിരിക്കാൻ പറയുന്നുണ്ട്. ഞങ്ങൾ ഇന്ന് അവളുടെ കൂടെ ഫുഡ് കഴിച്ചിട്ട് വന്നേന്ന് ക്യൂജങ് പറയുന്നു. ഇത് അവന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ലാസ്റ്റ് അവരോട് അവളുടെ ഓട്ടോഗ്രാഫ് ചോദിക്കുന്നു. ക്യൂജങ് അവനെ കളിയാക്കിക്കൊണ്ട് ഓട്ടോഗ്രാഫ് കൊടുക്കുന്നുണ്ട്. ഇത് കണ്ട് അയാൾക്ക് ഒരുപാട് ദേഷ്യം വരുന്നു. അപ്പോൾ ജെങ്ഡോയുടെ ഫോൺ റിങ് ചെയ്യുന്നു. അവൻ എണീറ്റ് ആൻസർ ചെയ്യുന്നുണ്ട്. അവനെ അവിടെ കണ്ട് ആ ഗുണ്ടാ സംഘം പേടിക്കുന്നു. നീ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് അവൻ പേടിച്ച് ചോദിക്കുന്നുണ്ട്. ജെങ്ഡോ ആകട്ടെ അവരെ മൈൻഡ് ചെയ്യാൻ അവിടെ നിന്ന് പോകുന്നു. നെക്സ്റ്റ് സീനിൽ ജെങ്ഡോയും ജിഹക്കും നടന്നു വരികയാണ്. അപ്പോൾ വോക്യൂൻ അവരുടെ അടുത്തേക്ക് വരുന്നു. അവൾ ഡ്രങ്ക് ആയിരുന്നു. ഞാൻ നിന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. എനിക്കിന്ന് ഹെയർ സ്റ്റൈലിസ്റ്റിൻ്റെ ലൈസൻസ് കിട്ടിയെന്ന് പറഞ്ഞ് അവൾ ആ ലൈസൻസ് അവനെ കാണിക്കുന്നുണ്ട്. പക്ഷെ ജിഹക്കാവട്ടെ അവളോടൊന്നും പറയുന്നില്ല. ജെങ്ഡോ അവളോട് കൺഗ്രാറ്റ്സ് പറയുന്നു. നിനക്ക് മനസ്സിലായി, പക്ഷെ ജിഹക്കിന് മനസ്സിലായില്ല. ഇവനെ സ്വന്തമാക്കാൻ ഞാൻ എന്തുമാത്രം കഷ്ടപ്പെടുന്നു എന്ന് ഇവന് മനസ്സിലാവുന്നില്ലെന്ന് വോക്യൂൻ പറയുന്നു. ജിഹക്ക് ദേഷ്യത്തിൽ നീ സ്റ്റുപ്പിഡിറ്റി നിർത്താൻ അവളോട് പറയുന്നുണ്ട്. എന്നും നിന്റെ കൂടെ ഉണ്ടാകണമെന്ന എൻ്റെ ആഗ്രഹം എന്ന് വോക്യൂൻ പറയുമ്പോൾ ജിഹക്ക് അവളോട് മിണ്ടാതിരിക്കാൻ പറയുന്നുണ്ട്. നിന്റെ ഫീലിങ്സ് നീ തന്നെ കൺട്രോൾ ചെയ്യണമെന്നും അവൻ പറയുന്നു. ഇതെല്ലാം കണ്ട് ജെങ്ഡോയ്ക്ക് ഒരുപാട് ബാഡ് ഫീൽ ചെയ്യുന്നു. വോക്യൂൻ കരയുന്നുണ്ട്. ഞാൻ പോവുകയാണെന്ന് ജിഹക്ക് പറയുമ്പോൾ നീ ഇവളെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ ജെങ്ഡോ അവനോട് പറയുന്നു. നീ കേട്ടല്ലേ ഇവൾ എന്തൊക്കെയാ പറയുന്നതെന്ന്? അവൻ ഓൾറെഡി ഒരുപാട് ദേഷ്യത്തിലായിരുന്നു. നീ എന്തൊക്കെയാ സംസാരിക്കുന്നത്? ഇവൾ കരയുന്നത് നീ കാണുന്നില്ലേന്ന് ചോദിച്ച് അവൻ ദേഷ്യത്തിൽ അവിടുന്ന് പോകുന്നു. നെക്സ്റ്റ് സീനിൽ ഹ്യൂൻസോ പ്രാക്ടീസ് ചെയ്യാണ്. ക്യൂജങ് അവിടേക്ക് വരുന്നു. എന്നെ കാണണമെന്ന് നീ എന്തിനാ പറഞ്ഞെന്ന് ഹ്യൂൻസോ ചോദിക്കുന്നുണ്ട്. നീ എന്താ ഈ പറയുന്നത്? നിന്റെ ബ്യൂട്ടിഫുൾ ഫേസ് ഞാൻ എപ്പോഴും ടി വിയിൽ കാണാറുണ്ട്. ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തു എന്ന് ക്യൂജങ് പറയുന്നു. എന്നിട്ട് അവർ റെക്കോർഡിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഏറിനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണെന്ന് ക്യൂജങ് ചോദിക്കുമ്പോൾ നീ എന്താ ചോദിക്കാൻ ശ്രമിക്കുന്നതെന്ന് ഹ്യൂൻസോ അവനോട് ചോദിക്കുന്നു. നിനക്ക് അവളോട് എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടോ? നീ അവളെക്കുറിച്ച് എന്തെങ്കിലും ആലോചിക്കുന്നുണ്ടോ എന്ന് ക്യൂജങ് ചോദിക്കുന്നു. എനിക്ക് അവളിൽ ഒരു ഇൻട്രസ്റ്റും ഇല്ലെന്ന് ഹ്യൂൻസോ പറയുന്നു. ഹാജിന് ഇപ്പോൾ ഏറിൻ്റെ പിറകെയാണ്. പക്ഷെ അവൾ എപ്പോഴും എന്നോട് ചോദിക്കുന്നത് നിന്നെക്കുറിച്ചാണ്.
എന്തായാലും നിനക്ക് അവളിൽ ഒരു ഇൻട്രസ്റ്റും ഇല്ലെന്ന് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞ് ക്യൂൻജങ് അവിടുന്ന് പോകുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ജെങ്ദോ നടന്നു പോകുമ്പോൾ ബൈ മിസ്റ്റേക്ക് രണ്ടുപേരുമായി കൂട്ടിമുട്ടുന്നു. അവൻ അവരോട് സോറി പറയുന്നുണ്ട്. ഒരു മിനിറ്റ്, നീ ഐ ക്യാൻഡിയുടെ ഡ്രമ്മർ അല്ലേ? ഗേൾസിനെല്ലാം നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, പക്ഷെ നിനക്ക് എന്താ കണ്ണു കാണാൻ പറ്റില്ലെന്ന് അവർ ചോദിക്കുന്നു. ജെങ്ദോ വീണ്ടും അവരോട് സോറി പറയുന്നു. പക്ഷെ അവരാകട്ടെ അവനെ വിടാതെ വീണ്ടും കളയാക്കി നിൽക്കുകയാണ്. അവസാനം അവൻ ദേഷ്യത്തിൽ അവരെ പുഷ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ജിഹക്കും ഫ്രണ്ട്സും ക്ലാസ്സിലിരിക്കുകയാണ്. സൂഹയുടെ ഫ്രണ്ട് അവളോട്, നീ പ്ലീസ് എനിക്ക് വേണ്ടി ജിഹക്കിൻ്റെ ഓട്ടോഗ്രാഫ് വാങ്ങിത്തരുമോ? പകരമായി ഞാൻ നിനക്ക് ഡിന്നർ ട്രീറ്റ് തരാമെന്നും അവൾ പറയുന്നു. സൂഹ വന്ന് ജിഹക്കിനോട് ഓട്ടോഗ്രാഫ് ചോദിക്കുന്നുണ്ട്. നീ ഇന്നലെ മൂവി കാണാൻ പോയത് ഇവളുടെ കൂടെയാണോ എന്ന് ജിഹക്ക് ചോദിക്കുമ്പോൾ അവൾ അതേന്ന് പറയുന്നു. ജിഹക്ക് ഹാപ്പി ആകുന്നുണ്ട്. കാരണം അവൻ വിചാരിച്ചിരുന്നത് സൂഹ പോയത് സിയോജിൻ്റെ കൂടെയാണെന്നാണ്. അവൻ അവൾക്ക് ഓട്ടോഗ്രാഫ് കൊടുക്കുന്നു. നെക്സ്റ്റ് സീനിൽ സൂഹയും ഫ്രണ്ടും നടന്നു വരികയാണ്. ജിഹക്ക് നടന്നു വന്ന് സൂഹയുടെ കയ്യിൽ ലോലിപോപ്പ് കൊടുക്കുന്നുണ്ട്. അവളുടെ ഫ്രണ്ട് നിന്റെ കയ്യിൽ എന്താണെന്ന് അവളോട് ചോദിക്കുന്നു. നെക്സ്റ്റ് സീനിൽ ജിഹക്ക് വന്ന് ജെങ്ദോയുടെ കൂടെ ഇരിക്കുന്നു. താൻ ഇന്നലെ അങ്ങനെ ബിഹേവ് ചെയ്തതിന് അവൻ സോറി പറയുന്നു. നീ എന്തിനെ വോക്യൂനെ ഇത്രയും ഹർട്ട് ചെയ്തതെന്ന് ജെങ്ദോ ചോദിക്കുമ്പോൾ എൻ്റെ മുന്നിൽ മറ്റ് ഓപ്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് റോങ് ആയിട്ട് അവൾക്ക് ആഗ്രഹം കൊടുക്കാൻ താല്പര്യമില്ല. അവൾ എൻ്റെ ഫാമിലി പോലെയാണ്. എന്നും അവൾ നമ്മളുടെ കൂടെ ഉണ്ടാകണമെന്ന എൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ അവളോട് അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് ജിഹക്ക് പറയുന്നു. നെക്സ്റ്റ് സീനിൽ ഹ്യൂൻസ് ഇറിനെയും ഹാരി ഓഫീസിലേക്ക് വിളിച്ച് നിങ്ങൾ രണ്ടാളും കൂടി ഒരു ഡുവറ്റ് ചെയ്യാൻ പറയുന്നു. എൻ്റെ ബാൻഡിൻ്റെ കൂടെ അല്ലാതെ ഒറ്റയ്ക്ക് പെർഫോം ചെയ്യാൻ എനിക്കൊരു ആഗ്രഹവുമില്ലെന്ന് ഹ്യൂൻസ് പറയുന്നുണ്ട്. ഒരു തവണ തന്നെ ഹെൽപ്പ് ചെയ്യാൻ ഇറിൻ ഹ്യൂൻസോട് പറയുന്നു. പക്ഷെ ഹ്യൂൻസ് സമ്മതിക്കുന്നില്ല. അവൾ ഒരുപാട് സാഡ് ആകുന്നുണ്ട്. അപ്പോൾ ഹാരിയുടെ PA വന്ന് അവളെ വിളിക്കുന്നു. അവൾ വെളിയിലേക്ക് പോകുമ്പോൾ ഹ്യൂൻസ് അവിടുന്ന് പോകാൻ തുടങ്ങുന്നു. ഇറിൻ അവനോട് എനിക്ക് വേണ്ടി ഒരു തവണ നിനക്കിത് ചെയ്യാൻ പറ്റില്ലെന്ന് ചോദിക്കുന്നു. നിനക്ക് വേറെ സിംഗേഴ്സിനെ കിട്ടും, നീ എന്തിനാ എന്നെ പ്രഷർ ചെയ്യുന്നതെന്ന് അവൻ ചോദിക്കുമ്പോൾ ഒരു തവണ നിന്റെ കൂടെ പെർഫോം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുമെന്ന് അവൾ പറയുന്നു. നീ എന്താ എന്നെ ലൈക്ക് ചെയ്യുന്നു അവൻ ചോദിക്കുമ്പോൾ അതല്ല കാര്യമെന്ന് അവൾ പറയുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും എനിക്കിതിൽ താല്പര്യമില്ല, നീ മറ്റാരെങ്കിലും നോക്കാൻ അവൻ പറയുന്നു. ഒരു കാര്യം കൂടി, ഹാജിൻ നിന്നെ ലൈക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ നീ എന്നെ ലൈക്ക് ചെയ്യുന്ന കാര്യം ഞാൻ അവനോട് പറഞ്ഞിട്ടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ഇടയിൽ വരുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് പോകുന്നു. വീട്ടിൽ വന്ന ശേഷം അവൻ അവൻ്റെ മദറിൻ്റെ കൂടെ സംസാരിക്കുന്നുണ്ട് ഫോണിൽ. സിസ്റ്ററിൻ്റെ സർജറിയെക്കുറിച്ചെല്ലാം അവൻ ചോദിക്കുന്നു. അതിനുശേഷം വെളിയിലേക്ക് വരുന്നുണ്ട്. എല്ലാവരും അപ്പോൾ സിയോജിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. സിയോജിൻ നമ്മുടെ പ്രൊഡ്യൂസറാണ്, നമ്മളെ ഒന്നും നന്നായിട്ടല്ല അവൻ ട്രീറ്റ് ചെയ്യുന്നതെന്ന് ഹാജിൻ പറയുന്നു. അവൻ പറഞ്ഞതിൽ എന്താണ് തെറ്റെന്ന് ഹ്യൂൻസ് ചോദിക്കുന്നു. നീ അവനെ സപ്പോർട്ട് ചെയ്യാൻ കാരണം നിനക്ക് റെക്കോർഡിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയല്ലേ എന്ന് ഹാജിൻ ചോദിക്കുന്നുണ്ട്. ഹ്യൂൻസോ ദേഷ്യത്തിൽ പ്രൊഡ്യൂസർ ആരായാലും എന്താണ്, അത് നമ്മുടെ സോങ് ആണ്, നിങ്ങളാരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാറില്ലെന്ന് അവൻ പറയുന്നു. ജിഹക്ക് അവനോട് മിണ്ടാതിരിക്കാൻ പറയുന്നുണ്ട്. ഹ്യൂൻസ് ഹാജിനും കൂടി ഓരോന്ന് പറഞ്ഞ് ആർഗ്യൂ ചെയ്യുന്നു. സത്യത്തിൽ ഹ്യൂൻസോയുടെ സിസ്റ്ററിൻ്റെ സർജറി ആയിരുന്നു. അവന് ഒരുപാട് പണത്തിൻ്റെ ആവശ്യമുണ്ട്. സോ എത്രയും പെട്ടെന്ന് ഈ റെക്കോർഡിംഗ് കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് അവൻ്റെ ആഗ്രഹം. അവൻ ദേഷ്യത്തിൽ അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോൾ നീ എവിടെ പോകുകയാണെന്ന് ജിഹക്ക് അവനോട് ചോദിക്കുന്നു. വീട്ടിൽ പോകുകയാണെന്ന് പറഞ്ഞ് അവൻ ദേഷ്യത്തിൽ അവിടുന്ന് പോകുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ സിയോജിൻ സുഹയെ കോൾ ചെയ്യുന്നു. തൻ്റെ പുതിയ സോങ് താൻ കംപ്ലീറ്റ് ചെയ്തെന്നും എല്ലാ തവണത്തെയും പോലെ ഈ സോങ് ആദ്യം നീ കേൾക്കണമെന്നും നിന്റെ അഭിപ്രായം എനിക്കറിയണമെന്നും അവൻ പറയുന്നു. അവൾ സമ്മതിക്കുന്നുണ്ട്. എവിടേക്ക് വരണം എന്ന് അവൾ ചോദിക്കുമ്പോൾ റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്ന് അവൻ പറയുന്നു. നെക്സ്റ്റ് സീനിൽ ജിഹക്ക് റെക്കോർഡിംഗ് ചെയ്യാണ്. സിയോജിൻ അവനെ കൊണ്ട് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്യിക്കുന്നുണ്ട്. റെക്കോർഡിംഗ് കംപ്ലീറ്റ് ചെയ്ത ശേഷം അവൻ വെളിയിലേക്ക് വരുന്നു. സിയോജിൻ എവിടെയും ചോദിക്കുമ്പോൾ അവനെ കാണാൻ ആരോ വന്നെന്ന് അയാൾ പറയുന്നു. നിനക്കറിയില്ലേ, ഹാരിയും സിയോജിനും ബ്രദറും സിസ്റ്ററുമാണെന്നും അയാൾ പറയുന്നുണ്ട്. അതിനുശേഷം ജിഹക്ക് ഹാരിയെ കാണാൻ വരുന്നു. നീ ഇവിടെ ഇരുന്ന് ഫൺ ചെയ്യാണ്, സിയോജിൻ നിന്റെ ബ്രദറല്ലേയും ചോദിക്കുന്നുണ്ട്. എൻ്റെ ബ്രദർ ആയതുകൊണ്ട് എന്താണ്? സിയോജിൻ ഒരിക്കലും അവൻ്റെ ജോബിൽ ഇമോഷൻസ് കൊണ്ടുവരാറില്ല. എൻ്റെ ബ്രദർ ആയതുകൊണ്ട് എന്ത് കുഴപ്പമാണുള്ളത്? നീ ഐക്യാൻ്റെ ലീഡറാണ്, എല്ലാത്തിനും റെസ്പോൺസിബിലിറ്റി നിനക്കാണെന്നും അവൾ പറയുന്നു. ഞാൻ എങ്ങനെ റെസ്പോൺസിബിൾ ആകുന്നതെന്ന് നിനക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ജിഹക്ക് അവിടുന്ന് പോകുന്നു.
അവൻ നേരെ വന്നത് സിയോജിൻ്റെ അടുത്തേക്കാണ്. അവൻ്റെ കൂടെ സൂഹയും അവിടെ ഇരിക്കുന്നത് കാണുന്നു. ജിഹക്ക് ഒരുപാട് ദേഷ്യത്തിലായിരുന്നു. അവൻ സൂഹിയോട് ദേഷ്യപ്പെടുന്നുണ്ട്. എന്താണ് ഈ ചെയ്യുന്നത്? സൂഹിയുടെ എൻ്റെ ഫ്രണ്ടായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് സിയോജിൻ പറയുന്നു. പക്ഷെ ജിഹക്ക് ദേഷ്യത്തിൽ അവിടുന്ന് പോകുന്നുണ്ട്. സൂഹ അവൻ്റെ പിറകെ പോകാൻ തുടങ്ങുമ്പോൾ സിയോജിൻ അവളെ തടയുന്നു. നീ എന്തിനാ എന്നെ ഇന്ന് ഇവിടേക്ക് വിളിപ്പിച്ചെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ നിന്നിൽ നിന്നും ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചില്ലെന്ന് അവൾ പറയുന്നു. എന്നിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. സിയോജിൻ ഒരുപാട് സാഡാകുന്നു. സൂഹ ജിഹക്കിൻ്റെ അടുത്ത് വന്ന് നീ പലതവണ എന്നെ കാണാൻ വരുമെന്ന് പറയും. ഞാൻ രാത്രി മുഴുവൻ നിന്നെ വെയിറ്റ് ചെയ്യും, നിന്നെ കോൾ ചെയ്യാറുണ്ട്. പക്ഷെ നീ ഒരിക്കലും എൻ്റെ കോൾസ് ആൻസർ ചെയ്യാറില്ല. ഞാൻ ഇന്നിവിടേക്ക് വന്നത് സിയോജിൻ്റെ ഫ്രണ്ടായിട്ടാണ്. ഞാൻ ഒരിക്കലും അവനെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. നീ അവനെ പ്രോപ്പറായി റിജക്റ്റ് ചെയ്യാൻ ജിഹക്ക് പറയുമ്പോൾ സിയോജിന് എല്ലാ കാര്യങ്ങളും അറിയാം. നമ്മൾ തമ്മിൽ റിലേഷൻ എന്താണെന്നും ഞാൻ എല്ലാ കാര്യങ്ങളും അവനോട് ക്ലിയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ നീ അങ്ങനെയാണോ? നീ എന്നോട് എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്യാൻ പറയുന്നു. പക്ഷെ നിന്റെ ഫ്രണ്ട്സിന് നമ്മുടെ റിലേഷൻ എന്താണെന്ന് അറിയാവുമെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഞാൻ എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്യും. പക്ഷേ നീ സിയോജിനെ മീറ്റ് ചെയ്യരുത്. നീ അവനെ മീറ്റ് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ലെന്ന് അവൻ പറയുന്നു. നെക്സ്റ്റ് സീനിൽ ഐക്യാൻഡിയുടെ പുതിയ സോങ് റിലീസ് ചെയ്യാൻ പോവുകയാണ്. അതിന് മുന്നേ ഉള്ള പ്രസ് മീറ്റ് നടക്കുന്നത്. എല്ലാവരും ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഐക്യാൻഡി നന്നായിട്ട് ആൻസർ പറയുകയും ചെയ്യുന്നു. ജങ്ദയോട് അവൻ്റെ ഫാദറിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇത് പ്രൈവറ്റ് മാറ്റർ ആണെന്ന് അവർ പറയുന്നുണ്ട്. ഒരു റിപ്പോർട്ടർ ജിഹക്കിനോട് നിനക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടോ എന്ന് ചോദിക്കുന്നു. എന്നിട്ട് ആ ഫോട്ടോ കാണിക്കുന്നുണ്ട്. ആ ഫോട്ടോയിൽ സൂഹിയുടെ ഫേസ് ക്ലിയർ അല്ല. ഇത് കണ്ട് എല്ലാവരും ഷോക്കാകുന്നു.